വികസന വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേരിട്ടുള്ള സംവാദമില്ല. ഫേസ്ബുക്ക് വഴിയുള്ള സംവാദത്തിനാണ് വി.ഡി. സതീശനെ ക്ഷണിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരിട്ടുള്ള സംവാദത്തിൽ നിന്നും മുഖ്യമന്ത്രി പിന്മാറിയത് നിരാശപ്പെടുത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. 10 വർഷത്തെ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ക്ഷണം മുഖ്യമന്ത്രി ഏറ്റെടുത്തതോടെ നേരിട്ടുള്ള സംവാദത്തിനുള്ള കളം ഒരുങ്ങുന്നുവെന്നായിരുന്നു സൂചന. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് വി.ഡി. സതീശൻ മറുപടി നൽകുകയും ചെയ്തു. 24 മണിക്കൂർ പിന്നിട്ടിട്ടും സംവാദത്തിനുള്ള സമയവും സ്ഥലവും മുഖ്യമന്ത്രി അറിയിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ നേരിട്ടുള്ള സംവാദത്തിനല്ല പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. നേരിട്ടുള്ള സംവാദത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് നിരാശപ്പെടുത്തിയെന്ന വി.ഡി. സതീശൻ. സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. ഞാൻ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മള് ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിന് ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. 4,43,000 പേർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വെച്ചു കൊടുത്തു എന്ന് ഞാൻ തെളിയിച്ചപ്പോ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ 4,000 വീടേ ഉണ്ടായിരുന്നതെന്ന്. ആ 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതതെന്ന് അദ്ദേഹം ഒരു എമണ്ടൻ നുണ, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നുണ പറഞ്ഞപ്പോൾ ഞാനത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങൾ നിയമസഭയിൽ തന്ന ഉത്തരം വെച്ച് അത് അല്ലാന്ന് തെളിയിച്ചു. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിച്ചു. ഇല്ലേ, അദ്ദേഹം പറഞ്ഞാണ് നുണയെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു പരാമർശവും ഇല്ല. കഴിഞ്ഞ ദിവസമാണ് 10 വർഷത്തെ കേരളത്തിന്റെ വികസന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ചത്. പിന്നാലെ ഇന്നലെ 10 വർഷത്തെ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിട്ട് മുഖ്യമന്ത്രി വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.